അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉപ്പുതറ മേഖലാ സമ്മേളനം നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉപ്പുതറ മേഖലാ സമ്മേളനം CPM ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തുകയും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. രക്തസാക്ഷികൾ മരിക്കുകയില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഇൻക്വിലാബ് സിന്ദാബാദ്, മഹിളാ അസോസിയേഷൻ സിന്ദാബാദ്. കയ്യിൽ നിന്നും നമ്മൾ എടുത്തതിനെക്കാട്ടിൽ ദുരന്തമായിട്ടാണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ കൊള്ളക്കാരുടെ കൈകളിലാണ് നമ്മുടെ രാജ്യം. അന്ന് വെള്ളക്കാരുടെ കൈകളിലായിരുന്നെങ്കിൽ ഇന്ന് കൊള്ളക്കാരുടെ കൈകളിലാണ്. ആരാണ് കൊള്ളക്കാരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, അത് അദാനി മുതൽ നമ്മുടെ അമിത്ഷാ മുതൽ ഇങ്ങ് താഴേക്ക് അംബാനി, ബിർള, ടാറ്റ എന്നിങ്ങനെയുള്ള പുത്തക കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിലേക്ക് ചെന്നെത്തി. നമ്മൾ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഭരണഘടന അംഗീകരിച്ച് ഈ നിയമം എല്ലാം നിലവിൽ വന്നതുമാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ചെന്നെത്തിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. സമത്വത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഉണ്ടോ? ഈ സമത്വം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യം, അതാണ് സമത്വം. നമ്മുടെ പതാകയിൽ എഴുതിയിട്ടുണ്ട് സമത്വം. പക്ഷെ നമുക്ക് കേരളത്തിൽ കുറെ സമത്വമൊക്കെ ഉണ്ട് ഇല്ലേ? അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ രാജ്യമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ആ സമത്വം ഉണ്ടോ? ഇല്ല. സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് പങ്കെടുത്തത്. ജയ്മോൾ രാജേഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷീല രാജൻ, CPM ലോക്കൽ സെക്രട്ടറി K കലേഷ് കുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.